Good morning. Today we can discuss what are the advantages and limitations of management accounting. So in the present complex industrial world, management accounting has become an integral part of management. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. ഹി ഗൈഡ്സ് ആൻഡ് അഡ്വൈസസ് മാനേജ്മെൻറ്റ് അറ്റ് എവറി സ്റ്റെപ്പ്. The increase in the scale of operations has increased the importance of management accounting also. അതായത് ഇംപ്രൂവ്മെൻറ്റ് ഇൻ അനലിറ്റിക്കൽ ആൻഡ് പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഇൻഫർമേഷൻ നീഡ്സ് ഓഫ് വേരിയസ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ മെറ്റ് റെഗുലർലി. അപ്പം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നോട്ട് ഓൺലി ഇൻക്രീസസ് എഫിഷ്യൻസി ഓഫ് ദ മാനേജ്മെൻറ്റ്, ഇറ്റ് ഓൾസോ ഇൻക്രീസസ് efficiency of employees. So the important advantages of management accounting are, first point, it helps in proper planning. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ പ്ലാനിങ്, അതായത് ഇറ്റ് അസിസ്റ്റ് ഇൻ പ്ലാനിങ് ത്രൂ ബഡ്ജറ്ററി കൺട്രോൾ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് അനാലിസിസ്, എക്സെട്ര. അതായത് ദീസ് ആർ ദ വേരിയസ് ടെക്നിക്സ്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്, മാനേജ്മെൻറ്റ് ഈസ് ഏബിൾ ടു പ്ലാൻ വേരിയസ് ഓപ്പറേഷൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഓക്കെ, ഇപ്പം ദ ടെക്നിക് ഓഫ് ബഡ്ജറ്റിംഗ് ഇസ് ഹെൽപ്ഫുൾ ഇൻ ഫോർകാസ്റ്റിംഗ് വേരിയസ് ആക്ടിവിറ്റീസ്. ബഡ്ജറ്റ് ആർ പ്രിപ്പയർഡ് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഫസ്റ്റ്ലി, ദെൻ എ മാസ്റ്റർ ബഡ്ജറ്റ് ഇസ് പ്രിപ്പയർഡ് ഫോർ ദ ഹോൾ ഓർഗനൈസേഷൻ. ലാസ്റ്റ് ഇയർ നമ്മൾ ബഡ്ജറ്റിങ്ങിൽ പഠിച്ചല്ലോ. അപ്പോൾ ദ വർക്ക് ലോഡ് ഓഫ് ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഇസ് ഫിക്സ്ഡ് ഇൻ അഡ്വാൻസ്. സോ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ കൺസേൺ ആർ പ്ലാൻഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ബെനിഫിറ്റ് അതാണ് വരുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ദ ബിസിനസ് ഓപ്പറേഷൻസ്. ഓക്കെ, സെക്കൻഡ് വൺ, ഇഫക്റ്റീവ് കൺട്രോളാണ് പറയുന്നത്. അതായത് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ comparing the actual performance with a planned performance for each responsibility center. So thus it helps in effective control. അതായത് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് കമ്പയർഡ് വിത്ത് എ ടാർഗറ്റ്. അപ്പോൾ അവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എത്രയാണ് വേരിയേഷൻസ് ഉള്ളത്. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്, റെമഡിയൽ മെഷേഴ്സ് ക്യാൻ ബി ടേക്കൺ. അപ്പോൾ അതാണ് ഒരു ഗുണം വരുന്നത്, ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് കൺട്രോൾ. സോ ദ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആർ ഹെൽപ്ഫുൾ ടു ദ മാനേജ്മെൻറ്റ് ഇൻ പ്ലാനിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ കൺസേൺ. ഓക്കെ, അതേപോലെ ദ സെറ്റിംഗ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് അസസിങ് ആക്ച്വൽ പെർഫോമൻസ് റെഗുലർലി എനേബിൾസ് ദ മാനേജ്മെൻറ്റ് ടു ഹാവ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. എന്താണ് ഈ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്നൊക്കെ നിങ്ങൾക്കറിയാം. അതായത് മാനേജ്മെൻറ്റ് ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺലി ഓൺ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ്. അതായത് റുട്ടീൻ മാറ്റേഴ്സ് അതാർക്ക് മാത്രം വിട്ടുകൊടുക്കുക, ബാക്കിയുള്ളവർക്ക് വിട്ടുകൊടുത്തിട്ട് മാനേജ്മെൻറ്റ് ക്യാൻ കോൺസെൻട്രേറ്റ് മോർ ഓൺ എക്സെപ്ഷണൽ മാറ്റേഴ്സ്. സോ എവറിബഡി അസസ്സസ് ഇസ് ഓൺ വർക്ക് ആൻഡ് ഇമ്മീഡിയറ്റ് ആക്ഷൻസ് ആർ ടേക്കൺ in case of deviations in performance. Okay, then third point is increased efficiency. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ്. ഇറ്റ് ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് എംപ്ലോയീസ് ഓൾസോ. അതായത് ഇറ്റ് എലിമിനേറ്റ് വേരിയസ് ടൈപ്സ് ഓഫ് വേസ്റ്റേജസ്, പ്രൊഡക്ഷൻ ഡിഫക്റ്റീവ്സ് ആൻഡ് അതർ വർക്ക്സ്. ദെർബൈ ദ വർക്കേഴ്സ് എഫിഷ്യൻസി മേ ബി ഇംപ്രൂവ്ഡ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നത്? അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻക്രീസസ് എഫിഷ്യൻസി ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ്. ദ ടാർഗറ്റ്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ ഫിക്സ്ഡ് ഇൻ അഡ്വാൻസ് ആൻഡ് അച്ചീവ്മെൻറ്റ് ഓഫ് ദീസ് ഗോൾസ് ഇസ് എ ടൂൾ ഫോർ മെഷറിംഗ് ദിയർ എഫിഷ്യൻസി. The next point is മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ്. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്, ഇറ്റ് ഈസ് എ ടൂൾ ഫോർ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ്. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അക്കൗണ്ടിങ് റേഷ്യോസ്, വേരിയൻസ് അനാലിസിസ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ, ദ എഫിഷ്യൻസി ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ക്യാൻ ബി മെഷേർഡ്. അതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള പോയിന്റ് തന്നെയാണ്. ദെൻ മാക്സിമൈസിങ് പ്രോഫിറ്റബിലിറ്റിയാണ്. അതായത് ദ യൂസ് ഓഫ് വേരിയസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ടെക്നിക്സ് ഹെൽപ്സ് ഇൻ കൺട്രോളിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻസ്,
it helps in അതായത് this result in reducing the cost of production or eliminating the various kinds of wastages. അപ്പോൾ the morale of അതായത് the standards are fixed and the measure the actual performance to find the deviations. അപ്പോൾ if the causes for deviations are reasonable and controllable, proper action may be taken by the management. In this way profit can be maximized എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ the thrust of various management techniques is to control cost of production and increase efficiency of each and every individual in the organization. അപ്പോൾ the steps of controlling cost are able to reduce the cost of production and thereby the profits of the enterprises are maximized. Okay, every unit of the organization tries to contribute its maximum, which enables the best use of all factors of production and thereby the return on investment also goes up. Then another benefit is increase in production. Management accounting helps in increasing production by effectively utilizing factors of production. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇതൊരു പോയിന്റ് ആക്കി ഇവിടെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. Then better customer service. അതായത് the technique of cost control used in management accounting aims at reducing cost. So this is in turn reduces the prices. അപ്പോൾ all employees in the organization are made കോസ്റ്റ് കോൺഷ്യസ്. എല്ലാവർക്കും ഒരു ബോധം ഉണ്ടാവും കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളത്. ദ ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് ഇസ് ഇംപ്രൂവ്ഡ് ബിക്കോസ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആർ പ്രീ ഡിറ്റർമിൻഡ്. അവിടെ എന്താ പറയുക, ക്വാളിറ്റിക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല ബിക്കോസ് ഇറ്റ് ഈസ് പ്രീ ഡിറ്റർമിൻഡ്. അപ്പോൾ ഇൻ ദിസ് വേ കസ്റ്റമേഴ്സ് ആർ ഏബിൾ ടു ഗെറ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് അറ്റ് ചീപ്പർ പ്രൈസസ്. മനസ്സിലായോ? അപ്പോൾ ബെറ്റർ ആൻഡ് ഇംപ്രൂവ്ഡ് സർവീസസ് ബൈ മാനേജ്മെൻറ്റ് ടു കസ്റ്റമേഴ്സ് ആർ അഷ്വേർഡ് ബൈ ദിസ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ക്ലിയർ ആണല്ലോ? അതായത് കോസ്റ്റ് കൺട്രോൾ ഡിവൈസസ് എന്ത് ചെയ്യുന്ന പറയുന്നത്, ഇറ്റ് എനേബിൾസ് ദി റിഡക്ഷൻ ഓഫ് പ്രൈസസ്. സോ ഓൾ എംപ്ലോയീസ് ഇൻ ദ കൺസേൺ ആർ മെയ്ഡ് കോസ്റ്റ് കോൺഷ്യസ്. അപ്പോൾ ദ ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് ബിക്കംസ് ഗുഡ് ബിക്കോസ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആർ പ്രീ ഡിറ്റർമിൻ ആൻഡ് കസ്റ്റമേഴ്സ് ആർ സപ്ലൈഡ് ഗുഡ് ക്വാളിറ്റി ഗുഡ്സ് അറ്റ് റീസണബിൾ പ്രൈസസ്. അപ്പോൾ ദ ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഓൾസോ എൻഹാൻസസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ടു കൺസ്യൂമേഴ്സ്. ഓക്കെ, ദെൻ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രസൻസ് ഇൻഫർമേഷൻ ഇൻ എ എന്താ പറയുക സിമ്പിൾ ആൻഡ് പേർപ്പസ്ഫുൾ മാനർ. സോ ദിസ് ഫെസിലിറ്റേറ്റ് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. ആൻഡ് ലാസ്റ്റ് വൺ, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഓൾസോ ഇംപ്രൂവ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് പീപ്പിൾ. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ക്യാൻ ഹെൽപ്പ് ടു ഇംപ്രൂവ് ദ കൺസംഷൻ ലെവൽ അമംഗ് ദ പീപ്പിൾ. സോ ഇറ്റ് ഇംപ്രൂവ്സ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അതേമാതിരി എക്കണോമിക് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ക്യാൻ ഹെൽപ്പ് ഇൻ മാക്സിമൈസിങ് പ്രൊഡക്ഷൻ അറ്റ് മിനിമം കോസ്റ്റ്. സോ ദിസ് ബ്രിങ്സ് അബൌട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ടു എ country. Okay, so next we can see what are the limitations of management accounting. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ന്യൂ ഡിസിപ്ലിനാണ്. സോ ഇറ്റ് സഫേഴ്സ് ഫ്രം സം ലിമിറ്റേഷൻസ്. അതായത് ഒരു പുതിയ ഡിസിപ്ലിൻ ആകുമ്പം അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെതായ പാകപ്പിഴകളും കാര്യങ്ങളും ഉണ്ടാവും. ഇറ്റ് ഈസ് നോട്ട് എൻ എക്സാക്ട് സയൻസ്. അതായത് ഒരു റൂൾ ഓഫ് തമ്പോ കാര്യങ്ങളൊന്നുമില്ല മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ. സോ അതായത് ദോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇസ് ഹെൽപ്ഫുൾ ഇൻ പ്രൊവൈഡിങ് ഗൈഡ് ലൈൻസ് ഫോർ പ്ലാനിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ഫങ്ഷൻ. സ്റ്റിൽ ഇറ്റ്സ് effectiveness is limited by a number of reasons. അപ്പോൾ ലിമിറ്റേഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്തെല്ലാമാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അതായത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റെക്കോർഡ്സ്, കോസ്റ്റ് റെക്കോർഡ്സിലെ ഇൻഫർമേഷൻസാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. അപ്പം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇസ് ബേസ്ഡ് ഓൺ ദ ഡാറ്റ സപ്ലൈഡ് ബൈ ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. സോ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഇസ് യൂസ്ഡ് ടു മേക്ക് ഫ്യൂച്ചർ ഡിസിഷൻസ്. അപ്പോൾ എന്തൊക്കെ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടോ അതെല്ലാം ഏതിനെയും ബാധിച്ചിരിക്കും, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡാറ്റ ബേസ് ചെയ്തിട്ടാണല്ലോ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നത്. സോ ദ കറക്റ്റ്നെസ് ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് മാനേജറിയൽ ഡിസിഷൻ വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ ക്വാളിറ്റി ഓഫ് ഡാറ്റ ഓൺ വിച്ച് ദീസ് ഡിസിഷൻസ് ആർ ബേസ്ഡ്. അതായത് ഇഫ് ഫിനാൻഷ്യൽ ഡാറ്റ ഇസ് നോട്ട് റിലയബിൾ, then management accounting will not provide correct analysis, because management accounting has to depend upon the information collected from other sources. So its effectiveness is limited to the reliability of those sources. Okay. Second limitation is lack of knowledge.
ലാക്ക് ഓഫ് നോളജ് എന്ന് പറയുന്നത് ദ ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് റിക്വയർ നോളജ് അബൌട്ട് വേരിയസ് സബ്ജക്ട്സ് ലൈക്ക് ഏതൊക്കെ സബ്ജക്റ്റ് എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാനേജ്മെൻറ്റ്, എക്കണോമെട്രിക്സ്, എഞ്ചിനീയറിംഗ് എക്സെട്ര. ബട്ട് ടു ഫൈൻഡ് ആൻ ഇൻഡിവിജ്വൽ വിത്ത് എ കോംപ്രഹെൻസീവ് നോളജ് ഓഫ് ഓൾ ദീസ് സബ്ജക്റ്റ് ഇസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് അയാൾക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്, എ നമ്പർ ഓഫ് റിലേറ്റഡ് സബ്ജക്റ്റ്. അപ്പോൾ മാനേജ്മെൻറ്റ് ഷുഡ് ബി കൺവേഴ്സൻറ്റ് വിത്ത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ് എക്സെട്ര. ഓൺലി ദെൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ക്യാൻ ബി ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് എന്നാണ് പറയുന്നത്. അതായത് ഡെഫിഷ്യൻസി ഇൻ ദ നോളജ് ഓഫ് എനി ഓഫ് ദീസ് സബ്ജക്റ്റ് limits the use of management accounting. So the application of management accounting will be useful if persons connected with decision making process have proper understanding not only of management accounting but also of related subjects. Okay. ദെൻ തേർഡ് പോയിൻറ്റ്, നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെൻറ്റ്. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെന്ന് വിചാരിച്ചിട്ട് മാനേജ്മെൻറ്റിനെ മൊത്തമായിട്ട് മാറ്റാനൊന്നും പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെൻറ്റ്. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കനോട്ട് റീപ്ലേസ് മാനേജ്മെൻറ്റ്. ഇറ്റ് ഇസ് സിംപ്ലി എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് മാനേജ്മെൻറ്റ്. സോ ഇറ്റ് പ്രൊവൈഡ്സ് ദ നെസസറി ഡാറ്റ ഫോർ എ ഡിസിഷൻ ആൻഡ് നോട്ട് ദ ഡിസിഷൻ ഇറ്റ് സെൽഫ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് ഒറ്റയ്ക്കായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. മാനേജ്മെൻറ്റിന് വേണ്ട ഇൻഫർമേഷൻസ് കൊടുക്കുക, പ്രൊവൈഡ് ചെയ്യുക, അതിനനുസരിച്ചിട്ട് മാനേജ്മെൻറ്റ് എന്താക്കണം, റാഷണൽ ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്. അതായത് വൈൽ ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദർ ആർ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്സ് ഓഫ് ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. ദീസ് മേ ബി നോട്ട് കറക്റ്റ്. അതായത് എപ്പോഴും നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത് ഓരോരുത്തരുടെ മനസ്സിൽ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ നല്ലത് എന്നുള്ള രീതിയിൽ ഓരോരുത്തർക്ക് വരുമല്ലോ. അപ്പോൾ പേഴ്സണൽ ജഡ്ജ്മെൻറ്റിനനുസരിച്ചിട്ടാണ്. അപ്പം അതിപ്പം എന്തായിക്കൊള്ളണമെന്നില്ല, ആക്യുറേറ്റ് ആയിക്കൊള്ളണമെന്നില്ല, ഒരാളുടെ മനസ്സിൽ തോന്നുന്നത് അത്ര കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താ, ദ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കേപ്പബിലിറ്റി ഓഫ് ദ interpreter as one has to make a personal judgment. So there is every likelihood of personal bias in analysis and interpretation. അതേപോലെ personal prejudices and bias affect the objectivity of decision. നെക്സ്റ്റ് വൺ, കോസ്റ്റ്ലി ഇൻസ്റ്റലേഷനാണ് പറയുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇസ് കോസ്റ്റ്ലി. അതായത് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് റിക്വയർഡ് ഫോർ ഇറ്റ്സ് ഇൻസ്റ്റലേഷൻ. ഹെൻസ് ഇറ്റ് ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ എൻ്റർപ്രൈസസ്. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിനെ വെക്കുക, എല്ലാം അറിയുന്ന ഒരാളെന്ന് പറയുമ്പോൾ അവർക്ക് നല്ല സാലറിയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ ഇൻസ്റ്റലേഷൻ ചാർജസ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. So it is not affordable for small enterprises. Another disadvantage is management accounting എന്ന് പറയുന്നത് in its evolutionary stage ആണ്. അതായത് management accounting is a new discipline and is still in a developing stage. Therefore it faces all the obstacles and limitations of a new discipline. മനസ്സിലായല്ലോ. അപ്പം ആ ഒരു എന്താ പറയുക, തുടക്കക്കാരായതുകൊണ്ട് തന്നെ തുടക്കത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ദെൻ ലാസ്റ്റ് വൺ, റെസിസ്റ്റൻസാണ് പറയുന്നത്. റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു സെക്യൂർ കോപ്പറേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് ഓൾ വർക്കേഴ്സ് ഇൻ ദി ഓർഗനൈസേഷൻ ഫോർ ദ സക്സസ്ഫുൾ ആൻഡ് ഇഫക്റ്റീവ് ഫങ്ഷനിങ് ഓഫ് ദി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. അപ്പോൾ നല്ല രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ എല്ലാവരും ഒരേപോലെ സഹകരിച്ചാലേ നടക്കുള്ളൂ. അപ്പോൾ ദ വർക്കേഴ്സ് മേ തിങ്ക് ദാറ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇസ് എ ടൂൾ മെൻറ്റ് ഫോർ ദിയർ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ദേ മേ സ്ട്രോങ്ലി ഒപ്പോസ് ദ സിസ്റ്റം. അപ്പം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഓരോ ഡിസിഷൻസ് എടുക്കുന്നത് ഇപ്പോൾ എംപ്ലോയീസ് തോന്നുകയാണ് അത് അവരെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ളതാണ്, അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ദേ മേ റെസിസ്റ്റ് ടു ചേഞ്ച്. ഓക്കെ. അപ്പോൾ അതാണ് സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദ ഇൻസ്റ്റലേഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻവോൾവ്സ് ബേസിക് ചേഞ്ച് ഇൻ ദി ഓർഗനൈസേഷണൽ സെറ്റപ്പ്. ന്യൂ റൂൾസ്, അതേപോലെ റെഗുലേഷൻസ് എക്സെട്ര ആർ ഓൾസോ റിക്വയർഡ് ടു ബി ഫ്രെയിംഡ് which affect a number of personnel, and hence there is a possibility of resistance from some quarters or other. Okay, thank you. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പഠിച്ചു വെക്കുക. താങ്ക് യു.